ഹായ്, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, ലോഹ നിർമ്മാണം എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററില് കുറെ മെറ്റൽസിന്റെ പേര്, അവരുടെ അയിരുകളുടെ പേരൊക്കെ പഠിക്കാനുണ്ട്. ടേബിൾ 4.1. അപ്പൊ എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവാട്ടാ. അത് ഏതിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അല്ലെങ്കിൽ ഏത് മെറ്റലിന്റെ അയിരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഠിച്ചു വെക്കിയ ഒരു കോഡ് ഉണ്ട്, സിങ്കാമിൻ. അതായത് സിങ്ക് എന്ന മെറ്റലിന്റെ ഓറാണ് കലാമിൻ. അപ്പൊ സിങ്ക് പ്ലസ് കലാമിൻ നമുക്ക് എന്ത് പറയാം? സിങ്കാമിൻ എന്ന് പറയാം കേട്ടാ. പഠിക്കാനുള്ള എളുപ്പത്തിനുള്ള ഒരു കോഡാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്പൊ കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് എന്ന മെറ്റലിന്റെ ഓറാണ്. ഇവിടെ കലാമിൻ ചോദിച്ചു എന്ന് വെച്ചിട്ട് എപ്പോഴും കലാമിൻ തന്നെ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ ടേബിളിലുള്ള ഓരോ മെറ്റലിന്റെ പേരും അവരുടെ അയിരിന്റെ അല്ലെങ്കിൽ ഓറിന്റെ പേരും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെറ്റൽ വിച്ച് ഈസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഈസ്. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത ആണ്, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എക്സാമ്പിൾ അടക്കം പഠിക്കണം. മിക്കവാറും അല്ലെങ്കിൽ എപ്പോഴും എക്സാമ്പിൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പൊ നമുക്ക് 3 റിഫൈനിങ് മെത്തേഡ്സ് പഠിക്കാറുണ്ട്. ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ ആൻഡ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. സ്വേദനം, അതേപോലെ ഉരുക്കി വേർതിരിക്കൽ, ഓക്കെ, അതുപോലെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. 3 എണ്ണം നമ്മൾ പഠിക്കുമ്പോഴും എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് which metal is defined by distillation. which metal is refined by distillation. സ്വേദനം വഴി ശുദ്ധീകരിക്കുന്ന ലോഹത്തിന്റെ പേര് എന്ത് എന്നാണ്. ഇതിൽ ഏത് മെറ്റലാണ്? മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില കുറവുള്ള മെർക്കുറി ആണ്. മെർക്കുറി ആണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം വഴി ശുദ്ധീകരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഏത് മെത്തേഡ് പഠിക്കുമ്പോഴും എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കുക. എല്ലാത്തിനും 2 or 3 എക്സാമ്പിൾസ് വീതം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിഫൈനിങ് മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകാനായിട്ട് പാടില്ല. അടുത്ത നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. കോപ്പർ പൈറൈറ്റ്സ്. CuFeS2 എന്നാണ് കോപ്പർ പൈറൈറ്റ്സിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല. കോപ്പർ പൈറൈറ്റ്സിന്റെ കെമിക്കൽ ഫോർമുല ആണ് എന്ത്? CuFeS2. അങ്ങനെയാണെങ്കിൽ സിങ്ക് ബ്ലെൻഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ എഴുതേണ്ടത്. സിങ്ക് ബ്ലെൻഡ് എന്താണ്? ZnS. ZnS ആണ് സിങ്ക് ബ്ലെൻഡ്. അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ടേബിൾ 4.1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാണ്ട് എക്സാമിന് പോകാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു എക്സ്ട്രാക്ട് അലുമിനിയം, alumina is mixed with cryolite and subjected to electrolysis. അലുമിനിയയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലുമിനിയം നിർമ്മിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പഠിക്കാനുണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം. അലുമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണം എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് അലുമിനിയത്തിൽ നിന്ന് അല്ലെങ്കിൽ അലുമിനിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലുമിനിയനെ നമ്മൾ എന്തായിട്ട് മിക്സ് ചെയ്യും? ക്രയോലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യും. ഇലക്ട്രോളിസിസ് നടത്തണേക്കാൾ മുമ്പ് അലുമിനിയം എന്തായിട്ട് മിക്സ് ചെയ്യും? ക്രയോലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന. അലുമിനയിലേക്ക് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിന്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിന് അലുമിനയിലേക്ക് എന്ത് ചേർക്കുന്നു? ക്രയോലൈറ്റ് ചേർക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രയോലൈറ്റ് അലുമിനയിലേക്ക് മിക്സ് ചെയ്യുന്നത്. തിരിച്ചും ചോദിക്കാറുണ്ട് കേട്ടാ. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് അലുമിനയിലേക്ക് ചേർക്കുന്ന വസ്തു, ആ പദാർത്ഥത്തിന്റെ പേരെന്ത് എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രയോലൈറ്റ് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കുറയ്ക്കാൻ, ആൻഡ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത കൂട്ടാനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the positive ion present in alumina? അലുമിനയിലുള്ള പോസിറ്റീവ് അയോൺ ഏത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അലുമിനയുടെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തെന്ന്? അലുമിന. അപ്പൊ അലുമിനയുടെ കെമിക്കൽ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഈ അലുമിനയുടെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? Al2
O3. Al2O3 ആണ് അലുമിനയുടെ രാസസൂത്രം എന്ന് പറയുന്നത്. Al2O3 ആണ് അലുമിന. പഠിച്ചു വെക്കുക, അലുമിന Al2O3. ഏത് ഉറക്കത്തിൽ നിങ്ങൾ പറയണം? അലുമിന എന്ന് പറഞ്ഞാൽ എന്താണ്? Al2O3 ആണ്. ഈ അലുമിനയെ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്? അലുമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ അലുമിനയെ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അലുമിനിയം ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവും. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവും. രണ്ടിൽ സ്പ്ലിറ്റ് ആയിട്ട്, സെപ്പറേറ്റ് ആയിട്ട് Al-ഉം O-യുമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അലുമിനയെ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോ അലുമിനിയം ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് അവിടെ ബ്രേക്ക് ആയിട്ട് അലുമിനിയം ഓക്സിജനും രണ്ടായിട്ട് രണ്ട് വഴിക്കാവും. ഇനി ആദ്യത്തെ ആൾക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടാമത്തെ ആൾക്ക് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആണ്. ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് ചാർജ്, അതായത് അലുമിനിയത്തിന് പോസിറ്റീവ് ചാർജ്, ഓക്സിജന് നെഗറ്റീവ് ചാർജ്. എത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ് നോക്കാം. അലുമിനിയത്തിന്റെ ചാർജ് കാണാൻ ഓക്സിജന്റെ അടിക്ക് നോക്കിയാൽ മതി. അപ്പൊ അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണ്? 3+. ഓക്സിജന്റെ ചാർജ് കാണാൻ അലുമിനിയത്തിന്റെ അടിക്ക് നോക്കിയാൽ മതി. അപ്പൊ ഓക്സിജന്റെ ചാർജ് എത്രയാണ്? 2-. ഓക്കെ, ഇനി ഇവിടെ എത്ര അലുമിനിയം ഉണ്ട്? 2. അപ്പൊ ഇപ്പത്തെ സൈഡിലും എത്ര അലുമിനിയം വേണം? 2 എണ്ണം വേണം. സോ നമ്മൾ ഫ്രണ്ടിൽ 2 ഇട്ടു. ഇവിടെ ഓക്സിജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 3. അപ്പൊ പ്രൊഡക്റ്റ് സൈഡിലും എത്ര ഓക്സിജൻ വേണം? ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സ്പ്ലിറ്റിങ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? അവിടേക്ക് എത്തണുള്ളൂ. നോക്കാം. വിച്ച് ഈസ് ദ പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ അലുമിന? അലുമിനയിലുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ഏത്? എന്താ? Al3+ ആണ്. ഏതാണ് അയോൺ? Al3+. അപ്പൊ ആൻസർ കിട്ടിയെന്താ? Al3+. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അലുമിനയിലുള്ള പോസിറ്റീവ് അയോൺ ആണ് Al3+. അയോൺ എന്ന് പറയുമ്പോ ചാർജ് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽസിനേഷൻ and roasting are two methods of conversion of concentrated ore into its oxide. കോൺസെൻട്രേറ്റഡ് ഓറിനെ, സാന്ദ്രീകരിച്ച അയിരിനെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള 2 മെത്തേഡ്സ് ആണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. നമുക്ക് വേണമെങ്കിൽ കാൽസിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് റോസ്റ്റിംഗ് ഡിഫർ ഫ്രം കാൽസിനേഷൻ? കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഒരു വ്യത്യാസം അവർ തമ്മിലുള്ളൂ. കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് ഹീറ്റഡ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ മെറ്റൽ. കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റിന്റെ ലോഹത്തിന്റെ അല്ലെങ്കിൽ അയിരിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ വേണം ഹീറ്റ് ചെയ്യാനായിട്ട്. ലോഹത്തിന്റെ എടുത്തിട്ടുള്ള ലോഹം ഏതാണോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എത്രയാണോ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ വേണം ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇത് തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, കാൽസിനേഷൻ എയറിന്റെ ആബ്സെൻസിലാണ് ചെയ്യുന്നത്. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് ചെയ്യണത് അപ്പൊ ഇപ്പൊ എങ്ങനെയായിരിക്കും? എയറിന്റെ പ്രസൻസിലാണ് ചെയ്യുക. അത് മാത്രമാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. കാൽസിനേഷൻ ഈസ് കണ്ടക്ടഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആൻഡ് റോസ്റ്റിംഗ് ഈസ് കണ്ടക്ടഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. റോസ്റ്റിംഗ് ചെയ്യുന്നത് എയറിന്റെ പ്രസൻസിലാണ്, കാൽസിനേഷൻ ചെയ്യുന്നത് എയറിന്റെ ആബ്സെൻസിലാണ്. അത് മാത്രമാണ് അവർ തമ്മിലുള്ള വ്യത്യാസം ഉള്ളത്. പിന്നെ കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും അത് പഠിക്കുമ്പോൾ അവിടെയും എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. കാൽസിനേഷൻ ചെയ്യുന്നത് മെറ്റൽ ഹൈഡ്രോക്സൈഡുകളെയും അതേപോലെ മെറ്റൽ കാർബണേറ്റുകളെയാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുക. സൾഫൈഡ് അയിരുകളെയാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നത്. എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, Cu2S is converted into Cu2O by dash process. Cu2S എന്ന് പറയുന്നത് ഒരു സൾഫൈഡ് ഓറാണ്. അതിനെ Cu2O ആക്കി മാറ്റുന്നത് ഇതിലേത് മെത്തേഡ് വഴിയാണ്? Cu2Sനെ Cu2O ആക്കി മാറ്റുന്നത് ഇതിലേത് മെത്തേഡ് വഴിയാണ്? കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ എക്സാമ്പിൾ അടക്കം പഠിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ കാൽസിനേഷൻ ചെയ്യണത്? മെറ്റൽ കാർബണേറ്റുകളാണ്. അതായത് മെറ്റലിന്റെ കൂടെ CO3 ഉണ്ടെങ്കിൽ അവരെയാണ് മെറ്റൽ കാർബണേറ്റ് എന്ന് പറയാം. അതേപോലെ മെറ്റലിന്റെ കൂടെ OH നേരിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറയാം. മെറ്റൽ കാർബണേറ്റുകളെയോ മെറ്റൽ ഹൈഡ്രോക്സൈഡുകളെയാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓൾറെഡി ആ അയിരില് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കാൽസിനേഷൻ ആണ് ചെയ്യാൻ. നോക്കിയേ, ഇവിടെ ഓക്സിജൻ ഇല്ലേ, ഇവിടെയും ഓക്സിജൻ ഇല്ലേ? കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാണ് കേട്ടാ. ശരിക്കും കെമിസ്ട്രി വഴി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മെറ്റൽ കാർബണേറ്റുകളെയും മെറ്റൽ ഹൈഡ്രോക്സൈഡുകളെയാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത്. ഇത് മെറ്റൽ കാർബണേറ്റ് ആണ്, ഇത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ്. ഇവരെ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി, അത് അതിന്റെ ഓക്സൈഡ് ഫോം ആയിട്ട് മാറും. സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുക. സൾഫൈഡ് ഓർ എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല,
സൾഫർ ഉള്ള ഓറുകളെയാണ് നമ്മൾ സൾഫൈഡ് ഓർ എന്ന് പറയുന്നത്. നോക്കിയടാ, Cu2S എന്ന് പറയുമ്പോ ഇതിൽ എസ് ആണ് ഈ സൾഫർ. ഇതൊരു സൾഫർ ഉള്ള ഓറാണ്. അപ്പൊ നമുക്ക് കണ്ണടച്ച് പറയാം എന്താ, ഇതൊരു സൾഫൈഡ് ഓറാണ്. സൾഫൈഡ് ഓറുകളെ നമ്മൾ റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ Cu2S-നെ Cu2O ആക്കി മാറ്റുന്നത് റോസ്റ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് കേട്ടോ. റോസ്റ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് Cu2S Cu2O ആയിട്ട് മാറുന്നത്. അതേപോലെ ZnS ZnO ആയിട്ട് മാറുന്നതും റോസ്റ്റിംഗ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hematite is converted into iron in the blast furnace. Hematite അയൺ ഓറാണ്. ഹെമറ്റൈറ്റ് അയൺ ആക്കി മാറ്റുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ് ഹെമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the substance fed into the blast furnace along with hematite? ഹെമറ്റൈറ്റിനോടൊപ്പം ബ്ലാസ്റ്റ് ഫർണസിലെ ചെറിയൊരു ഓപ്പണിംഗ് കൂടെ താഴേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഹെമറ്റൈറ്റിനൊപ്പം നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ കോക്ക്, കാർബൺ. രണ്ടാമത്തത് ലൈംസ്റ്റോൺ, കാൽഷ്യം കാർബണേറ്റ്, ചുണ്ണാമ്പുകല്ല്. ഈ രണ്ടാൾക്കാരെയാണ് നമ്മൾ ഹെമറ്റൈറ്റിനോടൊപ്പം ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which is the main gang present in hematite? നോക്കി, ബ്ലാസ്റ്റ് ഫർണസ്, അതേപോലെ നമ്മുടെ അയൺ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം. അതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടാ. ഇപ്പൊ ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ പഠിക്കാണ് നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, which is the main gang present in hematite? ഹെമറ്റൈറ്റിലുള്ള മെയിൻ ഗ്യാങ്ങിന്റെ പേരെന്താണ്? SiO2 ആണ്. ഹെമറ്റൈറ്റിലുള്ള ഗ്യാങ്ങിന്റെ പേരാണ്, അപദ്രവ്യത്തിന്റെ പേരാണ് എന്ത്? SiO2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which compound act as a reducing agent in blast furnace? ബ്ലാസ്റ്റ് ഫർണസില് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്ന സംയുക്തത്തിന്റെ പേര് എന്ത്? മക്കളെ, നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് റെഡ്യൂസിങ് ഏജന്റിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളൂ. കുറെ റെഡ്യൂസിങ് ഏജന്റ്സ് ഉണ്ട്. നമുക്ക് രണ്ട് ആൾക്കാരെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ കാർബൺ മോണോക്സൈഡ്, രണ്ടാമത്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി. ഒന്ന് കാർബൺ മോണോക്സൈഡ് ആണ്, രണ്ടാമത്തെയാണ് വൈദ്യുതി. അപ്പൊ കാർബൺ മോണോക്സൈഡ് അയേണിന്റെ പ്രൊഡക്ഷനിലുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇലക്ട്രിസിറ്റി നമ്മൾ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിലാണ് ഇലക്ട്രിസിറ്റിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? which compound act as reducing agent in blast furnace? ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റിന്റെ പേരെന്ത്? എന്താണത്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മളിവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. നോക്കാം, the chemical equation showing the reduction of hematite. ഇവിടെ കുറെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഒക്കെ എളുപ്പമുള്ള ഇക്വേഷൻസ് ആണ്, ഒക്കെ നിങ്ങൾ പഠിച്ചോളണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹെമറ്റൈറ്റിന്റെ റിഡക്ഷൻ കാണിക്കുന്ന ഇക്വേഷൻ എഴുതാം. ഹെമറ്റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ Fe2O3. അപ്പൊ ഒരു Fe2O3 ഇങ്ങനെ ഒരു കഥ പോലെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഒരു Fe2O3 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്താ പറഞ്ഞേ? ഒരു Fe2O3 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Fe2O3 plus 3CO. ഒരു Fe2O3 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അത് നമുക്ക് എങ്ങനെ എഴുതാം? Fe2O3 plus 3CO. അപ്പൊ നമുക്ക് 2 Fe 3 CO2 കിട്ടും. അപ്പൊ നമുക്ക് 2 Fe 3 CO2 കിട്ടും. ഇതാണ് ഹെമറ്റൈറ്റിന്റെ റിഡക്ഷനിലുള്ള ഇക്വേഷൻ. Fe2O3 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് 2 Feനെയും 3 CO-നെയും കിട്ടും. ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ എളുപ്പത്തിൽ ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. മെറ്റല്, ലോഹം, മെത്തേഡ് ഓഫ് റിഫൈനിങ് മെത്തേഡ്, റീസൺ ഫോർ സെലക്ടിങ് ദിസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് 3 റിഫൈനിങ് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെയാണ് ഓക്കെ, മെറ്റലിന്റെ പേര് ലെഡ്. അതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ മെറ്റലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. മെറ്റലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണെങ്കിൽ നമ്മൾ അവരെ ദ്രവണാങ്കം കേട്ടോ, മെൽറ്റിംഗ് പോയിന്റ് വെച്ചാൽ ദ്രവണാങ്കം, ലിക്വേഷൻ, ഉരുക്കി വേർതിരിക്കൽ എന്ന റിഫൈനിങ് മെത്തേഡ് ആണ് അവിടെ നമ്മൾ സ്വീകരിക്കുക. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റിഫൈനിങ് മെത്തേഡ്സിന്റെ ഹെഡിങ്, കണ്ടീഷൻ, എക്സാമ്പിൾ അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പൊ ലിക്വേഷൻ എപ്പോഴാണ് നമ്മൾ ചെയ്യുക? മെറ്റലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും, ഇമ്പ്യൂരിറ്റിക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, ലോഹത്തിന് ദ്രവണാങ്കം കുറവായിരിക്കും, അപദ്രവ്യത്തിന് ദ്രവണാങ്കം കൂടുതലായിരിക്കും. അപ്പോഴാണ് നമ്മൾ ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കൽ എന്ന റിഫൈനിങ് മെത്തേഡ് അല്ലെങ്കിൽ ശുദ്ധീകരണ മാർഗം സ്വീകരിക്കുക. എക്സാമ്പിൾ ടിന്നും ലെഡും ആണ്. ലെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത്രേ ഉള്ളൂ.
നെക്സ്റ്റ് ഡിസ്റ്റിലേഷൻ. എക്സാമ്പിൾ കാഡ്മിയം. അവിടെ എന്താ കണ്ടീഷൻ? മെറ്റലിന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, ലോ ബോയിലിംഗ് പോയിന്റ്. മെറ്റലിന് ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. എക്സാമ്പിൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഓരോ മെത്തേഡ് പഠിക്കുമ്പോഴും നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക, അപ്പൊ നമ്മൾ തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ബോക്സൈറ്റ് ഇസ് ദ മെയിൻ ഓർ ഓഫ് അലുമിനിയം. അലുമിനിയത്തിന്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് ബോക്സൈറ്റ്? ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. അപ്പൊ 4 കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണുള്ളത്. ഓരോ മെത്തേഡ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മെത്തേഡിനും എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടാ. ഇവിടെ നമ്മൾ എടുക്കുന്നത് ബോക്സൈറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ലീച്ചിങ് എന്ന മെത്തേഡ്. ഓക്കെ, ലീച്ചിങ്. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് അലുമിനിയം. വൈ? അലുമിനിയത്തിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഓക്കെ, നമ്മള് എന്തായാലും ഒരു അയിരിൽ നിന്ന് അല്ലെങ്കിൽ ഓറിൽ നിന്ന് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ നടത്തണമെങ്കിൽ ആര് വേണം? റെഡ്യൂസിംഗ് ഏജന്റ് വേണം. ഓക്കെ, അപ്പോ ഓരോ മെറ്റലിന്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം ഡിഫറെന്റ് ആണ്. അതനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാം. അലുമിനിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിംഗ് ഏജന്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിനെ നമ്മൾ അവിടെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അലുമിനിയം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള, സ്ട്രോങ് എന്ന് ഉദ്ദേശിച്ച ടീച്ചർ എന്ന് ഉദ്ദേശിച്ചത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ആര്? അലുമിനിയം. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് അലുമിനിയം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിംഗ് ഏജന്റ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. ക്രിയാശീലം കൂടിയ ഒരു ലോഹമാണ് അലുമിനിയം. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിംഗ് ഏജന്റ്, നിരോക്സികാരി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, നമ്മൾ വൈദ്യുതിനെയാണ് നമ്മൾ അവിടെ എന്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്? റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, നിരോക്സികാരി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. അലുമിനിയം ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ അലുമിനിയം ഏത് ഇലക്ട്രോഡിലാണ് കിട്ടണത്? ആനോഡിലാണോ കാഥോഡിലാണോ? ഓക്കെ, അലുമിനിയത്തിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ സോ അത് എവിടെയായിരിക്കും കിട്ടുക? നെഗറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും കിട്ടുക. കാഥോഡിലായിരിക്കും അലുമിനിയം കിട്ടുക കേട്ടോ. കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് അലുമിനിയം നമുക്ക് കിട്ടുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്താ? അലുമിനിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിംഗ് ഏജന്റ് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഹെമറ്റൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു അയൺ ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ഹെമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ്. വിച്ച് കോമ്പൗണ്ട് ഈസ് ആക്ടിങ് ആസ് റെഡ്യൂസിംഗ് ഏജന്റ്? പിന്നെയും ചോദിച്ചേക്കാണ്, വിച്ച് കോമ്പൗണ്ട് ആണ് അവിടെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ആരാ? കാർബൺ മോണോക്സൈഡ്. നമുക്കറിയാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. ഹെമറ്റൈറ്റിൽ വെച്ച് നടക്കുന്ന ഓരോ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈം സ്റ്റോൺ. ഈ ലൈം സ്റ്റോൺ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത്, താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റിലുള്ള ബോണ്ടുകൾ പലതും ബ്രേക്ക് ആയിട്ട് അത് കാൽഷ്യം ഓക്സൈഡ്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ടീച്ചർ എഴുതാണേ, കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് അല്ലെങ്കിൽ താപത്തിനെ ആഗിരണം ചെയ്തിട്ട്, ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെയുള്ള ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യും, അവിടെയുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ ഓറില് ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഗ്യാങ്ങിനെ നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ ഒരു കെമിക്കലോ അല്ലെങ്കിൽ ചില രാസവസ്തുക്കളെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ആണ് എന്ത്? കാൽഷ്യം ഓക്സൈഡ്. ഗ്യാങ്ങിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഫ്ലെക്സിനെ സെലക്ട് ചെയ്യുക. ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലെക്സ് ബേസിക് ആയിരിക്കും, ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് അസിഡിക് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക കേട്ടാ. ഇവിടെ നമ്മൾ ഒരേ ഒരു ഫ്ലെക്സിന്റെ കാര്യം മാത്രം നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ്. സോ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഫ്ലെക്സ് നമ്മുടെ ഗ്യാങ് ആയിട്ടുള്ള SiO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യത്തിന്റെ CAയും SiO2ന്റെ Siയും
കാൽഷ്യം ഓക്സൈഡിന്റെ Caയും SiO2ന്റെ Siയും പിന്നെ 2 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 + 1, അതായത് 3 ഓക്സിജനും കൂടെ ചേരുമ്പോ കാൽഷ്യം സിലിക്കേറ്റ് CaSiO3 കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ സ്ലാഗ് ഉണ്ടാവും. എന്താണ് പറഞ്ഞത്? ഗ്യാങ്ങും ഫ്ലക്സും ചേർന്ന് സ്ലാഗ് ഉണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടുന്ന സ്ലാഗ് ആണ് എന്ത്? CaSiO3. ഞാൻ പറഞ്ഞു ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന ഓരോ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. സോ പഠിച്ചിട്ട് എക്സാമിന് പോവാട്ടാ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് A ഇൻ ദ റിയാക്ഷൻ? എയുടെ ഫംഗ്ഷൻ എന്താ? ടീച്ചർ ഓൾറെഡി പറഞ്ഞു. എന്താ? A എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഓക്സൈഡ്. അതെന്താണ് ആക്ട് ആണ്? ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഫ്ലക്സ് ടു റിമൂവ് ഗ്യാങ് ഫ്രം ഓർ. ഓക്കെ, നമ്മുടെ അയിരിൽ നിന്ന് ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലെക്സ് ആണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡ്. അപ്പോ 4ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ അടുത്ത് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.